ഇതായിരുന്നു കോപ്പർ ഓക്സ്. ഓക്കെ, ഒരു ടോയ് സ്ട്രക്ചറാണ്. ഞാൻ പറഞ്ഞ കുറെ ഫറോഡ് ലാൻഡ് ലഭിച്ചു എന്ന് പറഞ്ഞില്ല, ഇതുപോലെ കുറെ കുഴികളും അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ ഫയർ ആൾട്ടേഴ്സ് ഹോമകുണ്ഡങ്ങളുടെ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വുഡൻ ഡ്രെയിനേജ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കാലിബംഗന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഇനി കമ്മിങ് ടു ലോത്താൽ. ലോത്താൽ ഇരിക്കുന്നത് ഇന്നത്തെ ഗുജറാത്തിലാണ്. ലോത്താൽ ഇരിക്കുന്നത് ഇന്നത്തെ ഗുജറാത്തിലാണ്, ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവർ ഭോഗ്വ. ശ്രദ്ധിക്കുക, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ നദികൾ, ഇപ്പൊ രവി നദി ആണെങ്കിലും ഇൻദസ് ആണെങ്കിലും സരസ്വതി ആണെങ്കിലും സപ്തസിന്ധുവിന്റെ റീജിയൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ ഭോഗ്വ ഒരിക്കലും ഇൻദസിന്റെ ട്രിബ്യൂട്ടറി അല്ല. അതൊരു ചെറിയൊരു സ്ട്രീം പോലെ ഒഴുകുന്ന, നദിയായിട്ട് പോലും പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ സ്ട്രീം ആയിട്ട് ഒഴുകുന്ന ഒരു റിവറാണ് ഭോഗ്വ റിവർ. അതിന്റെ ബാങ്ക്സിലായിട്ട് ഗൾഫ് ഓഫ് കാംബെ അഥവാ ഗൾഫ് ഓഫ് കമ്പത്ത് ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ലോത്താൽ. ഇതൊരു ആർട്ടിഫിഷ്യൽ പോർട്ടായിരുന്നു, ഒരു പോർട്ട് സിറ്റി ആയിട്ടാണ് പറയപ്പെടുന്നത്. വേണമെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ മാൻമെയ്ഡ് പോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഓക്കെ, വേറെ എവിഡൻസുകളൊന്നും ആദ്യത്തെ മാൻമെയ്ഡ് പോർട്ട് എന്ന് പറയാൻ പറ്റിയതിൽ എവിഡൻസ് വേറെ ഒരിടത്തും കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ മാൻമെയ്ഡ് പോർട്ട് ഇത് തന്നെ ആയിരിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെ നിന്നും ഗ്രേവ് യാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെമിത്തേരികൾ ലഭിച്ചിട്ടുണ്ട്. ഐവറി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വെയിറ്റ് ബാലൻസ് ലഭിച്ചിട്ടുണ്ട്. ഐവറി വെയിറ്റ് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. കോപ്പർ ഡോഗ്, ഇതും ഒരു ടോയ് ആണ്. ഒരുപാട് ടോയ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ ടോയ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആർട്ടിസൻസ് ഉണ്ടാക്കിയിരുന്ന വസ്തുക്കളായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ എന്റർടൈൻമെന്റ് ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ എന്റർടൈൻമെന്റ്, ഫൺ ആൻഡ് എന്റർടൈൻമെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളായിരിക്കാം ഈ ടോയ്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഡോക്ക് യാർഡ് ഒരു പോർട്ട് സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പിനൊക്കെ വന്നിട്ട് കപ്പലുകൾക്ക് വന്ന് നിൽക്കാനായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഡോക്ക് യാർഡ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എവിഡൻസ് ആണ് റൈസ് ഹസ്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ IVCയുടെ എക്കണോമിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഒക്കെ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തു. റൈസിന്റെ എവിഡൻസ്, റൈസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസുകൾ IVCയിൽ ലാക്കിംഗ് ആണ്. റൈസ് അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ നിന്ന് റൈസ് ഹസ്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ലോത്താൽ. ലോത്താലിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? റൈസ് ഹസ്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ റൈസ് കൾട്ടിവേഷന്റെ എവിഡൻസ് ഇല്ല. അപ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ലോത്താൽ ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറ്റുകയും ഇറക്കുകയൊക്കെ ചെയ്ത ട്രേഡിന്റെ ഭാഗമായിട്ട് എവിടെന്നെങ്കിലും വന്നു പെട്ടിട്ടുള്ള വസ്തുവായിരിക്കാം ഈ റൈസ് ഹസ്ക് എന്ന് പറയും. പിന്നെ ലോത്താലിന്റെ തൊട്ടടുത്തൊരു ചാൽക്കോളിത്തിക് സൈറ്റ് ഉണ്ട്. അത് IVCയുടെ സൈറ്റായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു ചാൽക്കോളിത്തിക് സൈറ്റായിട്ട് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതാണ് രംഗ്പൂർ എന്ന് പറയുന്നത്, പ്രഭാസ് രംഗ്പൂർ. നമ്മൾ ചാൽക്കോളിത്തിക് സൈറ്റുകൾ ഡിസ്കസ് ചെയ്താണ്. ആ രംഗ്പൂർ പക്ഷേ റൈസ് കൾട്ടിവേഷൻ നടന്നിട്ടുണ്ട്. ലോത്താലിലില്ല, പക്ഷേ രംഗ്പൂരിൽ റൈസ് കൾട്ടിവേഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ചിലപ്പോൾ വന്നു പെട്ടതായിരിക്കാം, അങ്ങനെയും പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, പക്ഷെ റൈസ് ഹസ്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫയർ ആൾട്ടാസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെസ് ഗെയിമിന്റെ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ചെസ് ഉണ്ടല്ലോ, ഓക്കെ, അതുപോലത്തെ ചതുരംഗം പോലത്തുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഗെയിം നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജാർ എന്ന് വെച്ചൊരു പോട്ടാണ്. ആ കുളത്തിന്റെ ഒരു ഭാഗത്ത് കണ്ണിങ് ഫോക്സിന്റെ സ്റ്റോറിയും മറ്റൊരു ഭാഗത്ത് തേഴ്സ്റ്റി ക്രോയുടെ സ്റ്റോറിയും ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പണ്ട് പഞ്ചതന്ത്ര കഥകളിലൊക്കെ കേട്ടിട്ടുള്ള കണ്ണിങ് ഫോക്സിന്റെയും തേഴ്സ്റ്റി ക്രോയുടെ കഥകൾ ഒരു കുളത്തിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള എവിഡൻസുകളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ കഥകളൊക്കെ വളരെ പഴക്കം ചെന്ന കഥകളായിരുന്നു. ഓക്കെ, അതിനുള്ള എവിഡൻസുകളും ലോത്താലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് ആ പോർട്ട്, ലഭിച്ച പോർട്ടാണ്. കണ്ണിങ് ഫോക്സിന്റെയും തേഴ്സ്റ്റി ക്രോയുടെയൊക്കെ സ്റ്റോറീസ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ചെസ്സിന്റെ ഒരു രൂപം, പഴയ ചെസ്സിന്റെ ഒരു ഫോമാണ്. ആൻഡ് ഇറ്റ് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ ഡോക്ക് യാർഡ് എന്ന് ഞാൻ പറഞ്ഞു. കപ്പലുകൾക്കും ഈ ബോട്ടുകൾക്കും, വലിയ കപ്പലുകൾ എന്നല്ല, എന്നാലും ബോട്ടുകൾക്ക് വന്നിട്ട് സ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു ഡോക്ക് യാർഡൊക്കെ ലോത്താലിൽ ഉണ്ടായിരുന്നു. നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നോക്കുക, ഇതുവരെ പറഞ്ഞത് ഹാരപ്പ, മൊഹൻജദാരോ, അതുപോലെ കാലിബംഗൻ, ലോത്താൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സൈറ്റുകളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മളിനി അടുത്ത സൈറ്റിലേക്ക് പോവാണ്, ദാറ്റ് ഇസ് ധോളാവീര. ലോത്താൽ പോലെ തന്നെ ധോളാവീര ഇരിക്കുന്നതും ഗുജറാത്തിലാണ്. ഓക്കെ, പക്ഷെ അടുത്തടുത്ത സ്ഥലങ്ങളല്ല, കുറച്ച് ദൂരെയാണ്. ലോത്താൽ ഇരിക്കുന്നത് ഗൾഫ് ഓഫ് കമ്പത്ത് ഭാഗത്താണെങ്കിൽ നമ്മുടെ ധോളാവീര ഇരിക്കുന്നത് കച്ചിന്റെ ഭാഗത്താണ്, റാൺ ഓഫ് കച്ചിന്റെ റീജിയനിലാണ്. ആൻഡ് ഇതൊരു നദിയുടെ ബാങ്ക്സിലായിട്ടൊന്നും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമല്ല. കച്ച് എന്ന് പറഞ്ഞ പ്രദേശത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, കുറച്ച് സോൾട്ട് പാൻ ഏരിയാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജനമായിട്ട് കിടക്കുന്ന റീജിയനാണ്. അധികം നദികളുടെ പ്രസൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു റീജിയൻ ആയതുകൊണ്ട് തന്നെ ഈ ധോളാവീരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു എക്സ്ക്ലൂസീവ് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം കാണാൻ കഴിയും.
വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണ് ആ ഭാഗത്ത്. അത് നാച്ചുറൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് അവിടെ ഒരു പ്രോപ്പർ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്നത്തെ പോലെ ചെറിയ ചെറിയ ഡാമുകൾ, ചെറിയ ചെറിയ എംബാക്ക്മെന്റ്സ്, ചെറിയ ചെറിയ കനാലുകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇറിഗേഷൻ നെറ്റ്വർക്കുകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എവിടെ നിലവിലുണ്ടായിരുന്നു? ധോളാവീരയിൽ നിലവിലുണ്ടായിരുന്നു. ഇത് മറ്റ് സ്ഥലങ്ങളിലൊന്നും അധികം കാണാൻ പറ്റത്തില്ല. IVCക്കകത്തുള്ള മറ്റ് സൈറ്റുകളിൽ ഇത്രയും വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം കാണാൻ കഴിയില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് വേറെയല്ല, ഒട്ടുമിക്ക സൈറ്റുകൾ ഇരിക്കുന്ന ഏതെങ്കിലും റിവർ ബാങ്ക്സിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അധികം ഇറിഗേഷൻ നെറ്റ്വർക്കുകളുടെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പല പല പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇറ്റ് ഈസ് എ ഓൺലി സൈറ്റ് ടു ബി ഡിവൈഡഡ് ടു 3 പാർട്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ടൗൺ പ്ലാനിങ് പറഞ്ഞപ്പോൾ. ഒട്ടുമിക്ക സൈറ്റുകളും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത്, അപ്പർ ടൗൺ, ലോവർ ടൗൺ. പക്ഷെ ഈ പറയുന്ന ധോളാവീരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സിറ്റാഡലിനും ലോവർ ടൗണിനും ഇടയിൽ ഒരു മിഡിൽ ടൗൺ കൂടി കയറി വരും. അപ്പർ, മിഡിൽ, ലോവർ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ദ ഒൺലി സൈറ്റ് ആണ് ധോളാവീര. ഒരു വാട്ടർ റിസർവെയർ ഉണ്ട്, ഒരു സ്റ്റേഡിയം നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്റർടൈൻമെന്റ് ആവശ്യങ്ങൾക്ക് ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. ചില സ്റ്റോൺ കൺസ്ട്രക്ഷൻസും ധോളാവീരയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒട്ടുമിക്ക സൈറ്റിലും ബ്രിക്സ് ആണ് പ്രൈമറി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ധോളാവീരയിൽ ബ്രിക്സിനൊപ്പം തന്നെ സ്റ്റോൺ കൺസ്ട്രക്ഷൻസും അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സ്റ്റോൺസ് കൊണ്ടിട്ടുള്ള ചില മോണുമെന്റ്സും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളത് കൊണ്ട് ദിസ് യുനെസ്കോ സൈറ്റ് ആയിട്ട് ഇതിനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദിസ് ധോളാവീര ഹാസ് ബീൻ ലിസ്റ്റഡ് ആസ് ദി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഓക്കെ, നോക്കുക, IVCയിൽ നിന്നും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള ഒരേ ഒരു സൈറ്റേ ഉള്ളൂ, IVC സൈറ്റേ ഉള്ളൂ. അതാണ് ധോളാവീര. വേറെ ഒരു സൈറ്റുകളും യുനെസ്കോയുടെ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് അല്ല. ഓക്കെ, യുനെസ്കോയുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ ഏകദേശം ഇപ്പോൾ 43 സൈറ്റ്സ് ആണ് ഉണ്ട്, യുനെസ്കോയിലുണ്ട്. അതിൽ 40ാമത്തെ സൈറ്റായിട്ടാണ് ധോളാവീര ആഡഡ് ആയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള 40ാമത്തെ സൈറ്റ്. ഓക്കെ, നോട്ട് ചെയ്ത് വച്ചേക്കുക. അന്ന് ഇത് ആഡ് ചെയ്യപ്പെട്ട സമയം എനിക്ക് തോന്നുന്നു 2022-ലോ 2023-ലോ ഒന്നാണ് ഇത് ആഡ് ചെയ്തത്. ആ സമയത്ത് ഇത് അന്നത്തെ UPSC പ്രിലിംസിനൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ധോളാവീരയുടെ പ്രത്യേകത എന്താണെന്നോ, അതോ വാട്ടർ റിസർവെയർ സിസ്റ്റം ഏറ്റവും കാണാൻ കഴിയുന്ന സൈറ്റ് ഏതാണെന്നോ, അങ്ങനെ എന്തായിരുന്നു UPSCക്ക് പ്രിലിംസിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നോട്ട് ചെയ്ത് വച്ചേക്കുക.